أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ورضي الله تعالى عن القطب المكتوم سيدي أحمد التجاني الشريف الحسني وعن جميع ذرياته وخلفائه ومقدميه ومريده أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بحق الحبيب الأعظم والرسول الأكرم سيدنا محمد المصطفى صلى الله عليه وسلم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. نشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله. اللهم صل وسلم وبارك عليه وعلى آله. അഭിഷപ്തനായ യസീദ് എന്ന വിഷയത്തിലുള്ള നമ്മളെ വിഷയാവതരണം, അതിൻ്റെ ആമുഖമാണ് കഴിഞ്ഞുപോയത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കുറേ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിലാദ്യമായി ഇന്ന് പറയാൻ പോകുന്നത് യസീദ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന ആ ജന്മത്തെക്കുറിച്ചുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട്. ഈ ഒരു വിഷയം വളരെ പ്രധാനമാവാനുള്ള കാരണം, ഇന്ന് വഹാബികളാണ് അതിൻ്റെ പ്രധാന തലപ്പത്തുള്ളവർ. വഹാബികളും അതേപോലെ തന്നെ വഹാബികളെ പിൻപറ്റുന്ന മുറി സുന്നികൾ, അവരിലൂടെ വലിയ ഒരു വിഭാഗം കാര്യമായി ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാത്ത സാധുക്കളായ സുന്നികളെല്ലാം ഇപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യസീദിനെ ഒന്നും പറയാൻ പാടില്ല, അയാളൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ അയാളിൽ ചെറിയ ചില തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അയാൾ അങ്ങനെയൊന്നും കുറ്റം പറയാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വഹാബികളാണ് ഈ തെറ്റിദ്ധരിപ്പിച്ചത്. അതിനെ സുന്നികളുടെ ഇടയിൽ മുറി വഹാബികളും അല്ലെങ്കിൽ മുറി സുന്നികൾ പ്രചരിപ്പിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാര്യമായിട്ട് ഈ ഒരു വാദം പ്രചരിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അബ്ദുറഹ്മാൻ ആദർശേരി എന്ന് പറയുന്ന ആളും അതേപോലെ തന്നെ സ്വാലിഹ് പുതുപൊന്നാനി എന്ന് പറയുന്ന ആളുമാണ്. ഇവർ രണ്ടുപേരാണ് കാര്യമായിട്ട് ഈ വിഷയം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഏത് വഹാബികളിൽ നിന്നും സുന്നികളിലേക്ക്. ഈ സ്വാലിഹ് പുതുപൊന്നാനിൻ്റെ ലേഖനം വന്നത് തന്നെ സത്യധാരയിലാണ്. അങ്ങനെയാണ് സുന്നികളുടെ ഇടയിൽ ഈ ഒരു ചിന്ത വന്നിട്ടുള്ളത്. പിന്നെ അങ്ങും ഇങ്ങുമൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ യസീദിനെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഒരു വ്യംഗ്യമായ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്, ഒരു വ്യക്തമായിട്ട് പറയുന്നുമില്ല. അപ്പം ഈ ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ യസീദ് ആരാണ്? അയാളൊരു നല്ല മനുഷ്യനാണോ? അയാളെക്കുറിച്ച് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട്? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, പുസ്തകങ്ങളിൽ നിന്നും കിതാബുകളിൽ നിന്നും ഒക്കെ നമ്മൾ ഈ വിഷയം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. പ്രത്യേകിച്ചും ഇത് ഹിജ്റ ആദ്യ കാലങ്ങളിൽ നടന്ന വിഷയങ്ങളാണ്. ഏത്? സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാമിൻ്റെയും റളിയല്ലാഹു തആല അൻഹു മഹാനവർകളുമായി ചുറ്റപ്പെട്ട സംഭവങ്ങളും ഒക്കെ നടന്നത് ഹിജ്റ ആദ്യ കാലങ്ങളിലാണ്, ആദ്യ നൂറ്റാണ്ടുകളിൽ. അപ്പോൾ ആ നൂറ്റാണ്ടുകളിലുള്ള കാര്യങ്ങൾ ഏകദേശം 14 നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വസ്തുതകൾ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. റിവായത്തുകൾ തന്നെ അതിലെ നെല്ലും പതിരും ഒക്കെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്, കഴിയൂല. നമ്മളെപ്പോലുള്ള ജാഹിലീങ്ങളായ വിവരമില്ലാത്ത ആൾക്കാർക്ക് അതിന് സാധിക്കൂല. നമുക്ക് ആകെ സാധിക്കുക ഈ ഉമ്മത്തിലെ അത്യുന്നതരായ മഹത്തുക്കൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ.
അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ വലിയ വലിയ മുഹക്കിക്കുകളായ ആൾക്കാർ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നുള്ളതാണ് നമ്മളിതിൽ പറയുക. അതോടെ നമുക്ക് കാര്യം വ്യക്തമാവും. ഉലമാക്കളെ നിലപാടെന്ത്. അങ്ങനെയാണല്ലോ നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ യസീദിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഹദീസ് കൊണ്ട് തുടങ്ങും, സഹാബത്തിന്റെ വചനങ്ങൾ അതിൽ കടന്നു വരും, താബിഈങ്ങളുണ്ട്, മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളെ കൗലുകളുണ്ട്, അതേപോലെ ഈ ഉമ്മത്തിലെ സലഫുകൾ ഖലഫുകൾ അടക്കം വലിയ വലിയ ഒരുപാട് മഹാന്മാരെ കൗല് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും, ഒരുപാട്. പക്ഷെ അതൊക്കെ ഉദ്ധരിക്കുകയാണെങ്കിൽ നീണ്ടുപോകും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ വേഗം മനസ്സിലാക്കാൻ നമ്മൾ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉന്നതരായ മഹാത്മാക്കളെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുക, നമുക്കറിയാം ഈ ഉമ്മത്തിൽ സ്വഹാബത്ത് കഴിഞ്ഞ നമ്മൾ നിലപാട് മനസ്സിലാക്കാൻ നമ്മൾ ആരെയാണ് കാര്യമായിട്ട് ഏറ്റവും കൂടുതൽ അവലംബിക്കുക? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറയുന്നത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹുവിൻ്റെയും ധാരയാണ്, വിശ്വാസപരമായി അവരെ ധാര. അതേപോലെ ഇവർ പോലും അവലംബിക്കുന്ന കർമ്മശാസ്ത്രത്തിലെ മഹാപണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇന്ന് പരിപൂർണമായി നമുക്ക് ലഭിക്കുന്ന 4 മഹത്തുക്കളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഇമാമുന അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തത് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു, നാലാമത് ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്തുക്കൾ. അപ്പോൾ ഈ 4 മഹാത്മാക്കളിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാട് വന്നിട്ടുള്ള വളരെ വ്യക്തമായി നിലപാട് വന്നിട്ടുള്ള ഒരു മഹാനാണ് ആര്? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ മഹാനവർകള. ഈ വിഷയത്തിലുള്ള വാചകം വളരെ വ്യക്തമാണ്. ഒരുപാട് മഹത്തുക്കൾ ഇത് അവരവരെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഷ്ഹൂറാണ് ഈ കൗല്. അതാണ് നമ്മളിവിടെ ആദ്യം ഉദ്ധരിക്കുക. എന്തുകൊണ്ട്? അതോടുകൂടി കാര്യം എളുപ്പമായി കഴിഞ്ഞ്, മനസ്സിലാക്കൽ എളുപ്പമായി. കാരണം മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളെക്കാൾ കവച്ചു വെക്കുന്ന ഒരാൾ ഇനി ഈ ലോകത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ അപ്പോഴും പറയുന്നു, യസീദ് എന്ന മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ ഹദീസ് വരെ വന്നിട്ടുണ്ട്. എന്തുണ്ട്? അതൊക്കെ വരും ഇൻഷാ അല്ലാഹ്. ഇത് ഈ ഇന്നത്തെ ദർസിൽ വരും. സമയം അല്ലാഹു തആല വിശാലമാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു 3 പേരെയും ഒരു നസ്സായ കൗല് നമുക്ക് കിട്ടാത്തിടത്തോളം കാലം അതിന് വിരുദ്ധമായി ഏറ്റവും വലിയൊരു തെളിവായി കിടക്കുകയാണ് ആരെ കൗല്? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കൗല്. ഇനി അവരെ താഴെയല്ലേ ബാക്കി ആര് വന്നാലും ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവർക്ക് മീതെ ഒരു പണ്ഡിതൻ ഇനി വരാനുണ്ടോ? ഇല്ല. മുകളിൽ ആരേ ഉള്ളൂ? സഹാബത്തും അമ്പിയാക്കളും മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാന്റെ കൗലാണ് ആദ്യം ഉദ്ധരിക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാദി അബൂ യഅല എന്നവരാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മകനിൽ നിന്നും ഈ ഒരു കൗല് ഉദ്ധരിക്കുന്നത്. ആരെ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ. അങ്ങനെ മഹാനവർകൾ പറയാണ്, സാലിഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മകൻ സാലിഹ് എന്നവരാണ് ഈ സംഭവം പറയുന്നത്. യഖുൽ, ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖുൽതു, അതായത് ഈ സാലിഹ് എന്നവർ പറയാണ്, ഖുൽതു ലി അബി, ഞാൻ എൻ്റെ ഉപ്പാനോട് ചോദിച്ചു, ഒരു വിഭാഗം ആൾക്കാരെ നമ്മെ യസീദിനെ സ്നേഹിക്കുന്നവരെ കൂട്ടത്തിലേക്ക് ചേർത്തി പറയുന്നുണ്ടല്ലോ എന്ന് ആര് ചോദിക്കുകയാണ്? സ്വന്തം മകൻ ആരോട് ചോദിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട്. അപ്പം മഹാനവർകളെ മറുപടി, യാ ബുനൈ, എൻ്റെ കുഞ്ഞു മോനെ, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആരെങ്കിലും യസീദിനെ സ്നേഹിക്കോ? മഹാന്റെ ചോദ്യം കണ്ട, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആരെങ്കിലും യസീദിനെ സ്നേഹിക്കോ? അപ്പോൾ
അതിൽ നിന്ന് എന്ത് കിട്ടി ഹബീബ്? യസീദിനെ സ്നേഹിക്കാൻ തന്നെ പാടില്ല എന്ന് കിട്ടിയില്ലേ? മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നു, വിശ്വാസമുള്ള ആരെങ്കിലും സ്നേഹിക്കുന്ന മഹാൻ ചോദിച്ചത്. അപ്പൊ മോൻ ചോദിച്ചു, ആര്? സ്വാലിഹ്, ഉപ്പ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യസീദിനെ ശപിക്കാത്തത്? ഇങ്ങനെ കഠിനമായിട്ടല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്താണ് പിന്നെ യസീദിനെ ശപിക്കാത്തത്? അപ്പൊ മഹാനവർകൾ പറയാണ്, മോനെ, ഞാൻ ആരെങ്കിലും ശപിക്കുന്ന നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കങ്ങനെ ഒരു പതിവില്ല. എന്നിട്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, അല്ലാഹു അസ്സ വജല്ല അവന്റെ ഗ്രന്ഥത്തിൽ ശപിച്ച ഒരുത്തനെ നീ ശപിക്കാതിരിക്കണം എന്നാണ് ചോദിച്ചത്. അപ്പൊ മോൻ ചോദിച്ച്, പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് അള്ളാഹു യസീദിനെ ശപിച്ചത് എന്ന് ആര് ചോദിക്കുന്നു? മോൻ ചോദിച്ചു. അപ്പൊ മഹാനവർകൾ ഇന്നലെ സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ഓതിയ അതേ ആയത്തോതി, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമ അബ്സാറഹും. അതായത് നാം അധികാരം കൊടുത്തു കഴിയുന്നതോടുകൂടി അവർ ഭൂമിയിൽ എന്തായി? കുഴപ്പങ്ങളുണ്ടാക്കി, എന്നിട്ട് കുടുംബാംഗങ്ങളെ ഛിന്ന ഭിന്നമാക്കി. അങ്ങനെയുള്ളവരെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. അള്ളാഹു അവരെ കണ്ണുകളെയും കാഴ്ചയില്ലാത്തവരാക്കി മാറ്റി, ചെവികളെ കേൾക്കാൻ പറ്റാത്തവരുമാക്കി മാറ്റി എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, അതാണ് മഹാനവർകൾ ഉദ്ധരിച്ചത്. എന്നിട്ട് മഹാൻ പറഞ്ഞത്, ഫഹൽ യകൂനു ഫസാദുൻ അഅ്ളമ മിനൽ ഖത്ൽ, കൊലയേക്കാൾ വലിയ ഫസാദ് വേറെയുണ്ടോ എന്ന് ആര് ചോദിച്ചു? അഹ്മദ് ബിൻ ഹംബൽ. ഇങ്ങനെ ഇതുപോലുള്ള റിവായത്ത് വേറെയുണ്ട്. അപ്പോ ചുരുക്കത്തില് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ശപിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ആരെ? യസീദിനെ. അപ്പൊ യസീദ് സ്നേഹിക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല എന്ന് മഹാനവർകൾ പറഞ്ഞു. യസീദിനെ ശപിക്കാനും മഹാനവർകൾ എന്തായി പറഞ്ഞു. മനസ്സിലായി? അപ്പൊ ചുരുക്കത്തിൽ മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളിൽ ഏറ്റവും വലിയ മഹത്തുക്കളിൽ ഒരാളായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്തായി ശപിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. യസീദിനെ സ്നേഹിക്കാൻ പാടില്ല എന്നും അവനെ ശപിക്കണമെന്നും പറഞ്ഞതാരാണ്? ഹംബൽ തങ്ങൾ. അപ്പൊ തൊട്ടടുത്ത് ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞില്ല. അപ്പോ പിന്നെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഉള്ള ഒരുപാട് മഹത്തുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൗലുകൾ പറഞ്ഞിട്ടുണ്ട്. യസീദ് ആരാണ്, എന്താണ്, അവൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെയും. അപ്പൊ ഇതൊക്കെ വളരെ നല്ലതുപോലെ പഠിച്ച നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മഹാന്റെ കൗലാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതരായ ഒരു മഹാനെ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞ് പിന്നെ ശേഷം വരുന്നവരെയൊക്കെ ഏറ്റവും നല്ലതുപോലെ പഠിച്ച നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളെ ഗുരുപരമ്പര കടന്നു പോകുന്ന ഒരു മഹാന്റെ കൗലാണ് ഇനി ഉദ്ധരിക്കാൻ പോകുന്നത്. അത് ആര് ആണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ മില്ല അല ഹദ്റത്ത് അഹ്മദ് റദാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു. ആരാണ് അവര്? നമ്മളെല്ലാവരെയും ഉസ്താദിന്റെ ഉസ്താദായ, അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദായ, അല്ലെങ്കിൽ ഉസ്താദിന്റെ 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 ഉസ്താദായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. അവരെ ഉസ്താദ് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി, ഇവിടെ തൊട്ടടുത്ത് അടങ്ങപ്പെട്ടിരിക്കുന്ന മഹാൻ, ഇവിടെ തൊട്ടടുത്ത് അവരെ ഉസ്താദാണ് ആര്? അഹ്മദ് റദാ ഖാൻ ബറേൽവി തങ്ങൾ. അവരെ പതാകയാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപയോഗിക്കുന്നത്. അവരാണ് ഇന്ത്യൻ്റെയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും ഈ ഭാഗത്തുള്ള സുന്നികള അടയാളം. പതാക വാഹകരാരാണ്? അല്ലാമ അഹ്മദ് റദാ ഖാൻ ബറേൽവി തങ്ങളാണ്. ബിദ്അത്തിനെ മൊത്തം അവരെന്താക്കി? നമുക്ക് വരച്ച് കാട്ടിത്തന്ന്. ആ മഹാൻ യസീദിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അതോടുകൂടി മുൻകാലത്തെയും പിൽക്കാലത്തെയും ഏറ്റവും ശക്തമായ നിലപാട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അവലംബയോഗ്യരായ നമ്മളെ മഹാനാണ് ഇത് പറയുന്ന. ഇത് വഹാബികൾ അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.
വഹാബികളെ എന്തിന് അംഗീകരിക്കണം? വഹാബികൾ ആരെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ടാ? അവർ അംഗീകരിക്കണം, നമുക്കൊരു നിർബന്ധമില്ല. അല്ലെങ്കിൽ ദിയോബന്ദികൾ, നമുക്ക് ദിയോബന്ദികളുമായിട്ട് വല്ല ബന്ധമുണ്ടാ? അവർ അംഗീകരിക്കണം നിർബന്ധമില്ല. നമ്മൾ സുന്നികൾ ആരെ അംഗീകരിക്കുന്നുണ്ട്? ഏറ്റവും വലിയ മഹാത്മാവായി, നമ്മൾ അവലംബമായി, നമ്മളെ ഗുരുപരമ്പര ചെന്നെത്തുന്നതും ആരിലേക്കാണ്? അഹമ്മദ് റളാ ഖാൻ ബറേൽവി തങ്ങളിലേക്കാണ്. മഹാൻ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു? മഹാനവർകള ഫത്താവ റദിവിയ വോള്യം 6 പേജ് 107, 108 ഉറുദു ഭാഷയിലാണ് മഹാൻ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ മലയാളം ഞാൻ വേഗം വായിക്കാം, അതോടുകൂടി വിഷയം മനസ്സിലാവും. എന്താണ് അഹമ്മദ് റളാ ഖാൻ തങ്ങൾ പറഞ്ഞത്? യസീദ് എന്ന മാലിന്യം, അങ്ങനെയാണ് മഹാൻ പറയുന്നത് തന്നെ. എങ്ങനെ? യസീദ് എന്ന മാലിന്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായ പ്രകാരം തെമ്മാടിയും വ്യഭിചാരിയും വൻദോഷങ്ങൾ പ്രവർത്തിച്ചവനുമാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഇജ്മാ പ്രകാരം എന്നാ പറഞ്ഞത്. എങ്ങനെ? യസീദ് എന്ന മാലിന്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ആണ്. ആരുദ്ധരിക്കുന്നത്? അഹമ്മദ് റളാ ഖാൻ തങ്ങൾ ഉദ്ധരിക്കുന്നത്. അഹമ്മദ് റളാ ഖാൻ തങ്ങൾ ഇജ്മാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കുന്ന ഒരാൾ, അതിനേക്കാൾ വലിയ ഇന്ത്യൻ മഹാപണ്ഡിതനെ കൊണ്ടുപോവാ ഇജ്മാ ഇല്ല എന്ന് പറയാൻ. ഇവിടെ ലഅനത്ത് ചെയ്യുന്ന വിഷയമല്ല, കാഫിറാണോന്നല്ല. യസീദ് ആരാണെന്നുള്ളതിന് ഇജ്മാ ഉണ്ട്. തെമ്മാടിയും വ്യഭിചാരിയും വൻദോഷങ്ങൾ പ്രവർത്തിക്കുന്നവനുമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? അഹ്മദ് റളാ ഖാൻ ബറേൽവി തങ്ങൾ. അവന്റെ ഈ സ്ഥാനത്തിൽ അഹ്ലുസുന്നത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും യോജിക്കുകയും ഏകോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവന്റെ കുഫറിലും അവനെ ശപിക്കുന്നതിലും ഭിന്നാഭിപ്രായമാണ് പറയപ്പെടുന്നത്. അവൻ കാഫിറാണോ അല്ലേ, അതിൽ ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവനെ ശപിക്കണോ വേണ്ടയോ, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവൻ തെമ്മാടിയാണ് എന്നുള്ള വിഷയത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ അവൻ തെമ്മാടിയല്ല എന്ന് വരുത്തി തീർക്കാനാണ് ആര് നോക്കുന്നത്? വഹാബികൾ നോക്കുന്നത്. അതിനെ ആരിലേക്ക് പതുക്കെ കടത്തിക്കൂട്ടുകയാണ് ഇവര്? സുന്നികളിലേക്ക്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പറയുന്നത്. അപ്പൊ മഹാൻ എന്താ പറഞ്ഞത്? തെമ്മാടിയാണെന്നുള്ള കാര്യത്തിൽ എന്താണ്? ഇജ്മാ ഉണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ അനുചാരികളും യസീദ് കാഫിറാണെന്ന് വിശ്വസിക്കുന്നവരും അവന്റെ പേര് ചൊല്ലി ശപിക്കുന്നവരുമാണ്. കണ്ട, ഇപ്പൊ നമ്മൾ ഉദ്ധരിച്ചതിനെ ആരും കൂടി അംഗീകരിക്കുകയാണ്? അഹ്മദ് റളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാൻ പറയാണ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും ശിഷ്യന്മാരും ഇതിനായിട്ട് അവലംബിക്കുന്ന ആയത്ത് അവർ തെളിവാക്കുന്നത് അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട ആയില ഹദ്റത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കള് ഇവൻ മോശമാണ്, അല്ലെങ്കിൽ തെമ്മാടിയാണ്, അല്ലെങ്കിൽ വ്യഭിചാരിയാണ് എന്ന് ഏകോപിക്കാനുള്ള കാരണം, ചരിത്രപരമായ കാരണങ്ങൾ മഹാനവറുകൾ ഇങ്ങനെ നിരത്തി പറയുന്നുണ്ട്. എന്താ മഹാൻ പറയുന്നത്? ഒരു രാഷ്ട്രത്തിന്റെ നേതാവായിരിക്കെ യസീദ് ഭൂമിയിൽ കുഴപ്പം പരത്തി. പരിശുദ്ധ ഹറമൈനിയിൽ, എത്രത്തോളം എന്നാൽ വിശുദ്ധ കഅബയിലും പരിശുദ്ധ റൗദ ഷരീഫിലും പോലും യസീദ് കാരണമായി സംഘട്ടനങ്ങൾ ഉണ്ടാവുകയും അതുമൂലം അവൻ ആ മഹിത ഭൂമികളുടെ പവിത്രതയെ അവമതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായ പരിശുദ്ധ ഹറം ഷരീഫിൽ ഇവൻ എന്തുണ്ടായി? വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ 2 മഹത്തായ മേഖലകളെയും അവൻ എന്താക്കി? ഫൽസിച്ച്. അതിനോടുള്ള അദബ് കാട്ടിയില്ല, അതിനെ നിന്ദിച്ച്. അത് വിശാല ചരിത്രമാണ്, പിന്നീട് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. കുതിരകളെ പാവനമായ മസ്ജിദയിൽ കെട്ടിയിട്ട്, ആര്? ഈ യസീദ് കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ യസീദിന്റെ പട്ടാളം. അങ്ങനെ എല്ലാം ചെയ്തോളാം ഇവ അനുമതി കൊടുത്ത്. അങ്ങനെയാണ് ഈ പട്ടാളം ചെയ്യുന്നത്. അവയുടെ വിസർജ്യങ്ങൾ അനുഗ്രഹീതമായ മിമ്പറിൽ പതിച്ച്. എവിടെ? പരിശുദ്ധ മദീന ഷരീഫിൽ. നമ്മൾ എത്ര ബഹുമാനത്തോടെ കയറുന്ന അവിടെ കുതിരകളെ കെട്ടിയിട്ട് കുതിരകൾ കാഷ്ടിച്ച് 3 ദിവസക്കാലം മസ്ജിദുൻ നബവിയയിൽ ബാങ്ക് വിളിക്കപ്പെടുകയോ ഒരു നിസ്കാരം പോലും നടക്കുകയോ ചെയ്തില്ല. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണൂല. മക്കയിലും മദീനയിലും ഹിജാസിലെ ഇതര പ്രദേശങ്ങളിലുമായി ആയിരക്കണക്കിന് സ്വഹാബി വര്യന്മാരും താബിഈങ്ങളും കൊല ചെയ്യപ്പെട്ടു. മഹാൻ പറയുകയാണ്, ശേഷം ഒരു ബദരി പോലും ജീവിച്ചിട്ടില്ലെന്നാണ് ആര് പറയുന്ന? മഹാത്മാക്കൾ പറയുന്നത്. എല്ലാവരെയും കൊന്നൊടുക്കി. പരിശുദ്ധ കഅബാലയത്തിന് നേർക്ക് കല്ലുകൾ എറിയുകയും കഅബാലയത്തിന്റെ വിരികൾ കീറുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്ത് യസീദിന്റെ അനുവാദത്തോടെ അവന്റെ സൈന്യം മദീനയിലെ പരിശുദ്ധകളായ മഹിളാരത്നങ്ങളുടെ
അഭിമാനം മൃഗീയമായി പിച്ചു ചീന്തി. ചില മഹാന്മാർ പറയുന്നു ഈ സംഭവത്തിന് ശേഷം 1000-ഓളം സ്ത്രീകൾ ഭർത്താക്കന്മാരില്ലാതെ പ്രസവിച്ചെന്നാണ്. അവരെ ബലാത്സംഗത്തിനിരയാക്കി. അങ്ങനെ കൊടിയ ക്രൂരമായ മർദ്ദനമുറകളും മൃഗീയമായ പ്രവർത്തനങ്ങളുമാണ് ആര് കാഴ്ചവെച്ചത്? യസീദിൻ്റെ സമ്മതത്തോടുകൂടി അവൻ്റെ ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? യസീദാണ്. ഇതൊക്കെ അഹ്മദ് റളിയല്ലാഹു തങ്ങൾ പറയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുരക്തത്തെയും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അനുചരരെയും, തിരുരക്തം എന്ന് പറഞ്ഞ ആര്? സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു. ചില റിവായത്തുകൾ പ്രകാരം സയ്യിദുന ഹസൻ റളിയല്ലാഹുവിനെയും കൊല ചെയ്തത് ആരാണ്? യസീദാണ്. 3 ദിവസം അന്നപാനീയങ്ങൾ പോലും നിഷേധിച്ച് തങ്ങളുടെ ക്രൂരമായ വാൾത്തലപ്പുകളാൽ കൂട്ടക്കൊല ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ മടിത്തട്ടിൽ വളർന്ന ആ കോമള മേനിയെ അവിടുത്തെ രക്തസാക്ഷിത്വത്തിന് ശേഷം യസീദിന്റെ കുതിരകൾ പവിത്രമായ അസ്ഥികൾ നുറുങ്ങുന്നത് വരെ ചവിട്ടി മതിച്ച്. ആര്? അള്ളാഹുവിന്റെ ഹബീബ് മുത്തി മണത്ത മഹാനായ സയ്യിദുന ഹുസൈൻ അലൈഹിസ്സലാമിന്റെ പവിത്ര മേനിയെ ചവിട്ടി മതിച്ച്. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹ ചുംബനമേകിയ പവിത്ര ശിരസ് അറുത്തെടുത്ത് വാൾ മുനയിൽ കോർത്ത് വിവിധ ദേശങ്ങളിൽ പ്രദക്ഷിണം ചെയ്തു. ഈ കഠിന പരീക്ഷണങ്ങളെ അതിജയിച്ച ആദരണീയരായ അഹ്ലു ബൈത്ത് അംഗങ്ങളെ ഈ നിഷ്ഠൂരന്റെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കി. യസീദിനാലുണ്ടായ സംഘട്ടനങ്ങളെയും കുഴപ്പങ്ങളെയും വലിയ എന്ത് കുഴപ്പവും ഷണ്ടയുമാണ് ഉണ്ടായിട്ടുള്ളത്. മഹാൻ ചോദിക്കുകയാണ്, ഇത്ര അതിക്രൂരമായ മോശപ്രവർത്തനങ്ങളെക്കാൾ വലിയ മോശം ഇനി വരാനുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു തങ്ങൾ. യസീദ് വിച്ഛേദിച്ചതിനേക്കാൾ അതിരി കടന്ന ഏത് ബന്ധവിച്ഛേദനമാണുള്ളത്? ആരാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോട് ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ളത്? ഇവനേക്കാൾ വലുതായിട്ട് ആരെങ്കിലും ഉണ്ടാ? ഏറ്റവും വലിയ കുടുംബ ബന്ധത്തെ അല്ലേ അവൻ എന്താക്കിയത്? ചെന്ന ഭിന്നമാക്കിയത്. എന്നിട്ട് മഹാൻ പറയാണ്, ശ്രദ്ധിച്ചു ഇനിയുള്ള വാക്ക്. മഹാൻ എന്താ പറയുന്നറിയോ? തീർച്ചയായും ഈ നിഷ്ഠൂരന്റെ തെമ്മാടിത്തത്തെയും ആവാസത്തെയും ആരെങ്കിലും നിഷേധിച്ചാൽ അവനും അള്ളാഹു ശപിച്ച യസീദിന് സമാനരെ പോലെ ശപിക്കപ്പെട്ടവനാണെന്നാണ്. ആരാ നിഷേധിക്കുന്നത്? അവൻ നല്ലവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പേജുകൾ മറിച്ച ആൾക്കാര്, അവര് പോലും ആരെപ്പോലെയാണെന്നാണ് മഹാൻ പറയുന്നത്. എന്നിട്ട് മഹാൻ അവർകൾ ശപിക്കുകയാണ്. അവർ ആര്? അഹ്മദ് റളിയല്ലാഹു തങ്ങൾ. ലഅനഹുമുല്ലാഹ് ആമീൻ. എന്നിട്ട് മഹാൻ പറയണം, അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അനുചരരും യസീദിനെ ശപിച്ചതെന്ന്. ഇത്രയും കൊടിയ പാതകങ്ങൾ ചെയ്ത് എന്നിട്ട് മഹാൻ അവർകൾ പറയുന്നത്, യസീദിന്റെ അസാൻമാർഗികതയും അനുസരണമില്ലായ്മയും വ്യക്തമായി തെളിഞ്ഞിട്ടും ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യസീദിനെ തക്ഫീർ ചെയ്യാനോ ശപിക്കാനോ മുതിരാതിരുന്നത് അവനിലെ തൗബയുടെ സാധ്യത കണ്ടിട്ടാണ്. അതായത് ഇവൻ ലാസ്റ്റ് തൗബ ചെയ്തോ ഇല്ലേ എന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടില്ലല്ലോ, എങ്ങാനും തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന ചെറിയ ഒരു ഇഹ്തിമാല് കണ്ടിട്ടാണ് ആര് ശപിക്കാതിരുന്നത്. എന്നാ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോ അതുപോലെ നോക്കിയത് ശപിച്ച്. കണ്ട, ശപിക്കാതിരുന്നത് ഓൻ തെമ്മാടി അല്ല എന്ന കാരണം കൊണ്ടല്ല. അങ്ങനെയാണ് ചിലര്, ശപിക്കാൻ പാടില്ല. എന്നിട്ട് പതുക്കെ എന്താ ദ്യോതിപ്പിക്കുന്ന അതിന്ന്? യസീദ് നല്ലവനാണ്. അല്ല, അബൂ ഹനീഫ ഇമാമിനെ പോലുള്ള മഹാത്മാക്കൾ ശപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവൻ നല്ലവനല്ല എന്നിട്ടല്ല, ഇവൻ എങ്ങാനും തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇവൻ എങ്ങാനും മുസ്ലിമായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിലോ ഒരു സാധ്യതയില്ലേ, അത് കണ്ടിട്ടാണ്. ഇതാണ് ആര് പറയുന്നത്? അഹ്മദ് റളിയല്ലാഹു തങ്ങൾ. എന്നിട്ട് പറയുന്ന അവസാന ശ്വാസം വരെ തൗബ സ്വീകരിക്കപ്പെട്ടേക്കാം. യസീദിന്റെ കാര്യത്തിലാവട്ടെ തൗബയുണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. തൗബ ചെയ്തിട്ടുണ്ട് എന്നും സ്ഥിരീകരിച്ചിട്ടില്ല, തൗബ ഇല്ല എന്ന് പറയാനും വയ്യ. അതിനാൽ ഒരു മുൻകരുതൽ, ഒരു മുൻകരുതൽ എന്ന നിലയിൽ യസീദിനെ ശപിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കണമെന്നാണ് ആര് നിലപാട്? അഹ്മദ് റളിയല്ലാഹു തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ അപ്പൊ അങ്ങനെ സൂക്ഷിച്ച അതുകൊണ്ടാണ്. അപ്പോൾ യസീദ് മോശമല്ലാത്തതുകൊണ്ടല്ല അവർ ശപിക്കാതിരുന്നത്. ഇവൻ എങ്ങാനും മുസ്ലിം ആയിട്ടാണ് മരിച്ചതെങ്കിലോ, ഇവൻ എങ്ങാനും തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന്
എന്ന ഒരു സൂക്ഷ്മത കൊണ്ട്, എന്നാൽ അങ്ങനെ ഉറപ്പിച്ചവരാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അല്ല, ഇവൻ കാഫിർ തന്നെയാണ്, ഇവൻ തൗബ ചെയ്തിട്ടില്ല എന്ന് സ്ഥിരപ്പെട്ട ഒരുപാട് തെളിവുകൾ അവരെ കയ്യിലുള്ളത് കൊണ്ടാണ് അവരും വലിയൊരു വിഭാഗം മഹാത്മാക്കൾ ശപിച്ചു. അപ്പൊ ശപിക്കുന്നവരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല, ശപിക്കാതിരിക്കുന്നവരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ്? യസീദിനെ നല്ലവനാണെന്ന് പറയുന്നവർ. അപ്പൊ ആരെങ്കിലും ഞങ്ങൾ യസീദിനെ ശപിക്കാനില്ല, ആരെങ്കിലും ഞങ്ങൾ യസീദിനെ ശപിക്കും, രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കുറ്റം പറയേണ്ടത് ആരാണ്? യസീദ് നല്ല മനുഷ്യനാണെന്ന് വാദിക്കുന്നവരാണ് വിഷയം. കണ്ടില്ലേ, യസീദിനെ നന്നാക്കാൻ ശ്രമിക്കുന്നവരോ യസീദിന്റെ പാദങ്ങളെ നിഷേധിക്കുന്നവരോ ആരെ പോലെ ആണെന്നാണ് പറഞ്ഞത് അഹമ്മദ് ഖാൻ തങ്ങൾ? യസീദിനെ പോലെ. എന്നിട്ട് അവരെയും ആര് ശപിച്ച്? ഇത് പറഞ്ഞ അഹമ്മദ് ഖാൻ തങ്ങൾ യസീദിനെ നന്നാക്കണവരെ വിട്ടിട്ടില്ല. എന്നിട്ട് മഹാൻ ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു സൂക്ഷ്മത കൊണ്ടാണ് ശപിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞില്ല. എന്നിരുന്നാലും യസീദിന്റെ തെമ്മാടിത്തത്തെയും അസാൻമാർഗികതയും നിഷേധിക്കലും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുന്നതും ആരെ പോലെ? ആദ്യം പറഞ്ഞ രണ്ട്, അബ്ദുറഹ്മാൻ ആദർശേരി അതേപോലെ സ്വാലി പുതുപ്പൊന്നാനി, അവരാണല്ല നിഷേധിക്കുക, തെമ്മാടിത്തവും അസാൻമാർഗികതയൊക്കെ നിഷേധിക്കുന്നത്. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവമതിച്ചതാര്? മഅദിനില് വേദി ഒരുക്കി കൊടുത്ത തെമ്മാടി ഫൈസി, അബൂ ഷാക്കിർ എന്ന ഹമുക്ക്, അവനെ പോലുള്ളവര്, ആര്? സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു വിമർശിക്കുന്നവര്. അവരെ കുറിച്ച് എന്താ ബഹുമാനപ്പെട്ടവർ പറയുന്നത്? അങ്ങനെയുള്ളവർ, അതായത് യസീദിന്റെ തെമ്മാടിത്തത്തെയും അസാൻമാർഗികതയും നിഷേധിക്കലും സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുന്നതും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനങ്ങൾക്ക് എതിരാണ്. അപ്രകാരം പ്രവർത്തിക്കുന്നവൻ അഹ്ലുസുന്നയുടെ വൃത്തത്തിൽ നിന്നും പുറത്തായവനും മാർഗഭ്രംശം സംഭവിച്ചവനുമാണ്. അതായത് ബിദഈയാണെന്നാണ് ആര് വാദിക്കുന്നത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ബിദഈയാണ്. അപ്പൊ ഈ ശൈത്താൻ പിന്നെ എന്താ പറയേണ്ടത്? വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കുക, അതും അഹ്ലു ബൈത്തിന്റെ സ്ഥാപനത്തിൽ ഇരുന്നിട്ട്. ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിലുള്ള ഒരാളിൽ ഇത്തരം വിശ്വാസങ്ങൾ കണ്ടെത്താനാവില്ല എന്ന് ഈ കാര്യങ്ങൾ തുറന്നു മനസ്സോടെ വിലയിരുത്തുന്ന ഒരാൾക്ക് വ്യക്തമാവുന്നതാണ് ആര് പറയുന്നത്? അഹ്മദ് ഖാൻ തങ്ങൾ അവസാനം പറയുന്നത്. എന്നിട്ട് വസയഅലമുൽ ലദീന ളലമു അയ്യ മുൻഖലിബിൻ യൻഖലിബൂൻ എന്ന ആയത്ത് ഓതി മഹാനവർകൾ ഫത്വ അവസാനിപ്പിച്ചു. മൊത്തത്തിൽ മഹാൻ എന്താ പറഞ്ഞത്? മൊത്തത്തില് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്താണ്? ഇജ്മാ കൊണ്ട് അവർ പറയുന്നത് എന്ത്? യസീദ് തെമ്മാടിയും പിഴച്ചവനുമാണ്. അവന്റെ തെമ്മാടിത്തത്തെ നിഷേധിക്കൽ എന്താണ്? ബിദ്അത്താണെന്നാണ് മഹാനവർകൾ പറയുന്നത്. എന്നാൽ അവനെ ശപിക്കുന്ന വിഷയത്തിൽ തെറ്റെന്നല്ല പറഞ്ഞത്, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അവനെ കാഫിറാക്കുന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട്. മഹാനവർകൾ ഏതിലേക്ക് ചാഞ്ഞ്? ശപിക്കുന്ന ശപിക്കാതെ ഇരിക്കുക, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ശപിക്കാതിരിക്കുകയാണ് വേണ്ടെന്ന് പറഞ്ഞ അതേ മഹാൻ തൊട്ട് താഴെ അവനെ നന്നാക്കുന്നവർ എന്ത് ചെയ്ത്? ശപിച്ചു. മനസ്സിലായില്ലേ? ഇതോടുകൂടി നമുക്ക് മുൻകാലത്തെയും പിൻകാലത്തെയും മഹാത്മാക്കളെ ഏറ്റവും ശക്തമായ നിലപാട് ഇജ്മാ വരെ കിട്ടി. മുജ്തഹിദീങ്ങളായ ഇമാമിന്റെ കൗലും കിട്ടി, പിഴച്ചവനാണെന്നുള്ളതിന്റെ കൗലും കിട്ടി. അതേപോലെ തന്നെ പിൽക്കാലക്കാർ ഏകദേശമൊക്കെ പഠിച്ച അഹ്മദ് ഖാൻ തങ്ങൾ ആയിരക്കണക്കിലധികം കിതാബുകൾ രചിച്ച് 60ലധികം വിഷയങ്ങളിലാണ് മഹാനവർകൾ എന്തായത്? രചനകൾ നടത്തിയത്. മഹാനെ പോലൊരു പണ്ഡിതൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇത്ര വലിയ മഹാനാണ് ആര്? അഹ്മദ് റളാ ബറേലവി റളിയല്ലാഹു തആല അൻഹു. മഹാനവർകളുടെ സൂക്ഷ്മത, മഹാനവർകളെ അഹ്ലുസുന്നത്തിലുള്ള സൂക്ഷ്മത, അതിലെ സ്ഥിരത ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. അൽഹംദുലില്ലാഹി തആല. അപ്പൊ ഇതാണ് ഇനി നമുക്ക് ശേഷിക്കണത്. ഇത് രണ്ടും പറഞ്ഞല്ലോ. ഇനി നമ്മളെ ഷാഫിഈ മദ്ഹബിലുണ്ടല്ലോ നമ്മളെയൊക്കെ പ്രബലം, കേരളക്കാരെ പ്രബലം ആര്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ, ഖാതിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇപ്പൊ കുറെ പേര് മഹാനവർകളെ ചില ഫത്വയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ചില ഫത്വ. ഈ ഫത്വയൊക്കെ ഇപ്പൊ പറയാൻ പോകുന്ന മഹാനവർകളെ നിലപാടിന് മുന്നിൽ എന്താവും? ഒന്നും അല്ലാതാവും. കാരണം ഫത്വകൾ പഠിച്ചവർക്കൊക്കെ അറിയാം,
അത് സാഹചര്യവും സന്ദർഭവും നോക്കി എന്ത് കൊടുക്കുന്നതാണ്? ഫത്വ കൊടുക്കുന്നതാണ്. നിലപാട് എന്താണിത്? ഇതാ സവാഇഖുൽ മുഹരിക്ക എന്ന മഹാനവർകള, സവാഇഖുൽ മുഹരിക്ക എന്ന് പറയുന്ന മഹാനവർകളെ കിതാബിലെ യസീദ് ആരാണെന്നും എന്താണെന്നും അവൻ ചെയ്ത ക്രൂരതകളുമൊക്കെ വിശാലമായിട്ടാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഈ കള്ളന്മാരായ കള്ളന്മാര് മൊത്തവും സവാഇക്കിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക, ബാക്കി മറച്ചു വെക്കുക. അതുകൊണ്ട് സത്യാന്വേഷികൾ വേറെ ഒന്നും ചെയ്യണ്ട. സവാഇഖുൽ മുഹരിക്ക ഇന്ന് ഫ്രീ ആയിട്ട് എവിടെ കിട്ടും? ഇന്റർനെറ്റിൽ കിട്ടും. ഒരാവർത്തി ഒന്ന് നോക്കിയാൽ എല്ലാം വെളിപ്പെടും. അപ്പോൾ ആ കിതാബ് നോക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് മഹാനവർകളുടെ നിലപാടും കൂടി ഒന്ന് പറയാം. എന്താ മഹാനവർകൾ പറയുന്നത്? വിശദമായി സംസാരിച്ചിട്ട് മഹാൻ പറയുന്നത്, അതായത് മഹാനവർകൾ ഞാൻ ഈ പറയുന്ന വിഷയം തുടങ്ങുന്ന തന്നെ ഇങ്ങനെയാണ്. വേഗം പറയാം. അതായത് യസീദിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്തായിട്ടുണ്ട്? അവൻ കാഫിറാണോ എന്ന വിഷയത്തിൽ എന്തായിട്ടുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരത്തെ ആര് പറഞ്ഞ പോലെ? അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ പോലെ. എന്നിട്ട് കാഫിറാണെന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ മഹാൻ ഉദ്ധരിച്ച്, എന്നിട്ട് കാഫിർ അല്ല എന്ന് പറഞ്ഞവരെയും ഉദ്ധരിച്ച്, എന്നിട്ട് മഹാനവർകൾ പറയാണ് വഅലൽ ഖൗലി ബി അന്നഹു മുസ്ലിം, അവൻ മുസ്ലിമാണ് എന്ന അഭിപ്രായത്തിന്മേൽ നിലകൊണ്ട് തന്നെ പറയട്ടെ എന്നാണ് ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ആണെങ്കിലും ഫഹുവ ഫാസിഖുൻ ശിരീറുൻ സിക്കീറുൻ ജാഇറുൻ. മഹാൻ പറഞ്ഞാണ്. കണ്ട, അവൻ കാഫിറല്ല, മുസ്ലിമാണ്, വലിയ മഹാനാണ്, ഒന്നും പറഞ്ഞൂടാ, പറഞ്ഞ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അല്ല മഹാൻ പറഞ്ഞത്. അവൻ മുസ്ലിമാണ് എന്നുള്ള അഭിപ്രായം പിടിച്ചാൽ പോലും അവൻ ആരാണ്? ഫാസിക്കാണ്, തെമ്മാടി, ഷിരീർ. എന്താ ഷിരീറിന്റെ അർത്ഥം? പരമദുഷ്ടൻ, അതായത് ഷർ അധികരിച്ചവൻ. സിക്കീർ, കൂതറ എന്ന് പറഞ്ഞ കുടിച്ചു കൂസായി നടക്കുന്ന പെരുംകുടിയൻ. ജാഇർ, അക്രമി. സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവനെയാണ് ആര്? മഗ്ഫൂർ. ഒരാൾ പറഞ്ഞ വാക്കാണ് മഗ്ഫൂർ. ആര്? കേരളത്തിന്റെ മൗലാന മഗ്ഫൂർ. ആ മഗ്ഫൂറിന്റെ ഹക്കീക്കത്തൊക്കെ പിന്നെ വരും ഇൻഷാ അള്ളാഹ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനവർകൾ ആര്? ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞതുപോലെ ആരെക്കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. ഫഖദ് അഖ്റജ അബൂ യഅല ഫീ മുസ്നദി. അബൂ യഅല എന്നവര് അവരെ മുസ്നദില് ഈ ഹദീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലാകിന്നഹു ദഈഫ്. പക്ഷെ അതെന്താണ്? ദഈഫാണ്. ദഈഫായിട്ടും തെളിവ് പിടിക്കുന്നു. ആര് എന്താ? ദഈഫൊക്കെ തള്ളപ്പെടേണ്ടതല്ല. മറ്റ് ഹദീസുകളൊക്കെ വെച്ച് ചെറുവണം ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വഴിയിൽ ഒരു ഹദീസ് ദഈഫായി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വിധി പറയാനൊന്നും പറ്റൂല. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് വഹാബികളാണ് ദഈഫ്. എന്ത് ദഈഫ്? എന്നിട്ട് ഈ പറയപ്പെട്ട ആൾക്കാരാണ് അവസാനം യാ ഇബാദല്ലാഹ് അഈനുനി എന്ന ഹദീസ് ദഈഫാണെന്ന് വാദിച്ചിട്ട് അതിന്റെ പേരിൽ പല വിഭാഗമായിട്ട് പിരിഞ്ഞത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ദഈഫിനെ എന്താക്കാൻ പറ്റില്ല, അങ്ങനെ തള്ളാൻ പറ്റില്ല. ദഈഫായ ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു അംറു ഉമ്മതി ഖായിമൻ ബിൽ ഖിസ്തി ഹത്താ യകൂന അവ്വല മൻ യസ്ലുമുഹു റജുലുൻ മിൻ ബനി ഉമയ്യ യുഖാലു ലഹു യസീദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ കാര്യം നീതിയോടുകൂടി തന്നെ നിലനിന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്നാൽ ബനു ഉമയ്യയിൽ നിന്നുള്ള ഒരുത്തൻ ആദ്യമായി അതിനെ പൊട്ടിച്ചെറിയുന്നത് വരെ അവനെ വിളിക്കപ്പെടുക എന്തെന്നായിരിക്കും? യസീദ്. ഹദീസ് ആരെ വാക്ക്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഒരുത്തനെ മോശപ്പെടുത്തിയവനാണ്. ആര് നന്നാക്കാൻ പോണത്? ആര്? നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞില്ല, വീണ്ടും ഹദീസ് മഹാൻ കൊണ്ടുവരികയാണ്. അടുത്ത ഹദീസ് وأخرج الرؤياني في مسنده عن أبي ذر قال سمعت رسول الله صلى الله عليه وسلم سمعت النبي صلى الله عليه وسلم يقول
അവ്വലു മൻ യുബദ്ദിലു സുന്നതി റജുലുൻ മിൻ ബനി ഉമയ്യ യുഖാലു ലഹു യസീദ്. ഈ ഹദീസിൽ തങ്ങൾ പറയുന്നത് ആദ്യമായി എൻ്റെ സുന്നത്തിനെ മാറ്റത്തിരുത്തുക ആരായിരിക്കും? ബനു ഉമയ്യയിൽ നിന്നുള്ള ഒരുത്തനായിരിക്കും. യസീദ് എന്നാണ് അവൻ വിളിക്കപ്പെടുക. ഇതും ആര് കൊണ്ടുവന്നതാണ്? ഇബ്നു ഹജർ തങ്ങൾ. ഇതെല്ലാം പറഞ്ഞിട്ട് മഹാനവർകൾ, എന്നിട്ട് മഹാൻ പറയാണ്, മാഷാ അല്ലാഹ്, മഹാനവർകൾ പറയാണ്, കണ്ട, ആദ്യമായിട്ട് തിരുത്തുക യസീദാണെന്ന് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ ആരെ ഒന്നും പറയരുത്. ഈ ശൈത്താന്റെ പിതാവാണെന്ന് അറിയപ്പെടുന്ന സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഒന്നും പറയരുതെങ്കിൽ മഹാനെയാണ് പറയേണ്ടത്. ഈ റാഫിദികളും മറ്റുമൊക്കെ മോശപ്പെടുത്തുന്നത് പോലെയാണ് കാര്യമായിരുന്നെങ്കിൽ ഹദീസിൽ ആര് കടന്നു വേണമായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് മഹാനവർകളെ ഇതിൽ എണ്ണിയിട്ടില്ല, ഒന്നും പറയരുതെന്ന് വളരെ വ്യക്തമായിട്ട് ആര് പറയുന്നുണ്ട്? ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആ വിഷയം പറഞ്ഞതിന് ശേഷം മഹാനവർകൾ പറയാണ്, വകാന മഅ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഇൽമുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ മറ അൻഹു ഫി യസീദ്. യസീദിന്റെ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് കേട്ട ഒരു കാര്യം ആർക്കറിയാം? ഒരു അറിവ് ആരെ പക്കലുണ്ടായിരുന്നു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, മഹാൻ ഉദ്ധരിക്കുകയാണ്. ഫഇന്നഹു കാന യദ്ഉ, മഹാനവർകൾ ദുആ ഇരക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റഅസി സിത്തീന വ ഇമാറത്തി സിബിയാൻ. അല്ലാഹുവേ, 60കളുടെ തലയിൽ നിന്നും അതേപോലെ കുട്ടികളുടെ ഭരണത്തിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണേ. 60ന്റെ തല എന്ന് പറഞ്ഞാൽ 60ന്റെ തുടക്കത്തിൽ നിന്നും കുട്ടികളുടെ ഭരണത്തിൽ നിന്നും ഞാൻ നിന്നെ കാവലിനെ തേടുന്നു എന്ന് ആര് ദുആ ഇരക്കുമായിരുന്നു? അതായത് ഹിജ്റ 60കളെ തൊട്ട് കാവലിനെ തേടി ആര്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഫസ്തജാബ അല്ലാഹു ലഹു വതവഫാഹു സനത 59. അല്ലാഹു അത് സ്വീകരിച്ച് അതിന് തൊട്ട് മുന്നേ ഉള്ള വർഷം 59 ആര് വഫാത്തായി? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഫഅലിമ അബൂ ഹുറൈറ ബിവിലായത്തി യസീദ് ഫി ഹാദിഹി സന. വളരെ വ്യക്തമായിട്ട് ആർക്കറിയായിരുന്നു ഈ കാര്യം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കണ്ട, ഇതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സഹാബത്താണ്, ദുആ ഇരുന്നതാണ്. അപ്പോൾ യസീദിന്റെ ഭരണത്തിന് മുന്നേ തന്നെ പിന്നെ കാത്തു രക്ഷിക്കാൻ അവർ ദുആ ഇരുന്നു. ഇനി നിങ്ങൾ കേട്ടു, ഇനി എന്നിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഹദീസ് കൊണ്ടുവന്ന് സഹാബികളായ വലിയ മഹാന്മാര് അവന്റെ കാലത്തെ തൊട്ട് ദുആ ഇരുന്ന, രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരുന്ന ഹദീസ് മഹാനവർകൾ കൊണ്ടുവന്ന്, എന്നിട്ടോ തൊട്ടടുത്ത കാലത്ത് ജീവിച്ച വലിയ മഹാനായ ഹിജ്റ ആദ്യ വർഷത്തെ പിന്നെ 1-ാം വർഷത്തെ മുജദ്ദിദായി അറിയപ്പെടുന്നത് ആരെയാണ് അറിയോ നിങ്ങൾക്ക്? നമ്മൾ ആദ്യത്തെ മുജദ്ദിദായി അറിയപ്പെടുന്നത് ആരെയാണ്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആദ്യ മുജദ്ദിദീങ്ങൾപ്പെട്ടവരാണ് ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. മഹാനവർകളെ നിലപാട് കൊണ്ടുവരികയാണ്. എന്താ ചെയ്തെന്നറിയോ മഹാനവർകൾ? ഖാല നൗഫൽ ഇബ്നു അബി ഫുറാത്ത് എന്ന് പറയുന്ന ആള് പറയാണ്, ഞാൻ ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ അടുക്കലായിരുന്നു. മഹാനവർകൾ മഹാനായ വ്യക്തിത്വമാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു തർക്കമില്ല. അമവിയാക്കളിലെ എല്ലാ ഖലീഫമാരും, ഖലീഫമാർ എന്നവരെ പറഞ്ഞുകൂടാ, എല്ലാ നേതാക്കളും വളരെ മോശക്കാരാണെന്നാണ് ആര് പറയുന്നത്? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് മഹാനവർക്ക് കുറേ പേരെ മാറ്റി നിർത്തി. ഒന്നാമത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തും. അതേപോലെ മഹാൻ മാറ്റി നിർത്തിയ മഹാനാണ് ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അങ്ങനെയുള്ള ആ മഹാനായ രാജാവിന്റെ അടുക്കൽ ഞാൻ ഇരിക്കവേ ഒരു മനുഷ്യൻ യസീദിനെ കുറിച്ച് പറഞ്ഞു. ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ അടുത്ത് വെച്ച് ഒരു മനുഷ്യൻ യസീദിനെ കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞ വാക്ക് എന്തെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ യസീദ് ഇബ്നു മുആവിയ. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇത് കേട്ടതും ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ച് റളിയല്ലാഹു തആല അൻഹു, അമീറുൽ മുഅ്മിനീൻ എന്ന് ഇയാളെ നീ വിശേഷിപ്പിക്കുക? യസീദിനെ നീ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികൾ അമീർ എന്നാണോ നീ വിശേഷിപ്പിച്ചത്? അതുകൊണ്ട് 20 അടി അവനിക്ക് കൊടുക്കുന്നു. ആര്? ഈ വാക്ക് പ്രയോഗിച്ച ആൾക്ക് 20 അടി ശിക്ഷ. ഇത് ആര് കൊണ്ടുവരുന്നു ഈ സംഭവം?
ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഒന്നും നല്ലവൻ ഒന്നും പറഞ്ഞില്ല. അമീറുൽ മുഅ്മിനീൻ യസീദ് ഇബ്നു മുആവിയ എന്ന് പറഞ്ഞവനെ 20 അടി ശിക്ഷ വിധിച്ച ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. അവനെയാണ് അങ്ങനെയുള്ള ഈ ഹമുക്കിനെ കുറിച്ച് എഴുതിയ ആ ലിഖിതത്തിന്റെ പേരെന്തെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ യസീദ് ഇബ്നു മുആവിയ എന്നാണ് ആരെഴുതിയത്? വഹാബികൾ. ആ പേര് പറഞ്ഞവന് എത്ര അടി? 20 അടി. ഈ പേജുകൾ എഴുതിയവൻ എങ്ങാനും ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം മരിക്കും വരെ, ചിലപ്പോ എന്താണ് മഹാൻ ചെയ്യുന്നതെന്ന് അല്ലാഹു അലം. അവസാനം ഇങ്ങനെ കൂടി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, തെറ്റുകുറ്റങ്ങളിലുള്ള യസീദിന്റെ അമിതമായ ഏർപ്പാട് കാരണമായിട്ടാണ് മദീന നിവാസികൾ അവനെ എന്താക്കിയത്? സ്ഥാനഭ്രഷ്ടനാക്കിയതെന്ന് മനസ്സിലായി. ഇവൻ ചെയ്ത തെമ്മാടിത്തരങ്ങളെ ശക്തി കാരണം മദീന നിവാസികളൊക്കെ ഇവൻക്കെതിരെ പിൽക്കാലത്ത് തിരിഞ്ഞു. അപ്പോ യസീദിനെ കുറിച്ച് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ നിലപാടെന്ത്? യസീദ് മോശക്കാരനാണ്. അപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ആര്? നമ്മളെ ഇമാമിങ്ങളിൽ ഏറ്റവും ഉന്നതരായ 4 പേരിൽ വ്യക്തമായ നസ്സ് വന്ന, അതായത് വ്യക്തമായി അവൻ ശരിയല്ല എന്നും അവനെ ശപിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആരെ ഖൗലാണ്? മുജ്തഹിദീങ്ങളിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അത് വ്യക്തമായി കിട്ടിയില്ല. ബാക്കിയൊക്കെ മഹാനവർകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിരവധി റിവായത്തുണ്ട്. ഇപ്പൊ അഹ്മദ് റളിയല്ലാഹു പറയുന്നത് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ കൗലുദ്ധരിച്ചല്ലോ. അതേ അബൂ ഹനീഫ ഇമാമ് ലഅനത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നും എന്ത് വന്നിട്ടുണ്ട്? കൗല് വന്നിട്ടുണ്ട്. പക്ഷെ അഹ്മദ് റളിയല്ലാഹു തങ്ങൾ എന്ത് ചെയ്ത്? ലഅനത്ത് ചൊല്ലിയിട്ടില്ല എന്നുള്ള കൗലിനെയാണ് പിടിച്ചത്. അവരും ചൊല്ലിയെന്ന കൗലുണ്ട്. പക്ഷെ വളരെ വ്യക്തമായി നമുക്ക് കിട്ടിയ ഈ 4 മുജ്തഹിദീങ്ങളായ മഹാത്മാക്കൾ നമുക്ക് കിട്ടിയെന്നാണ് പറയുന്നത്, ഇല്ല എന്നല്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ ലോകത്തുള്ള എല്ലാ കിതാബൊന്നും കണ്ടില്ല. നമ്മൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹത്തുക്കൾ പറയുന്നതിനെ ഉദ്ധരിക്കുന്നവരാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ അർഹത നമുക്കൊന്നും ഉണ്ടാ. അപ്പൊ ആ മഹാന്മാര് ഉദ്ധരിച്ച കിതാബുകളിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് കിട്ടിയതിൽ മുജ്തഹിദീങ്ങളിൽ ആരെയാണ് കിട്ടിയിട്ടുള്ളത്? വ്യക്തമായ വചനം കിട്ടിയത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. മറ്റു 3 പേരെ കിട്ടിയില്ല. ഈ മറ്റു 3 പേര് പറഞ്ഞതായി റിവായത്തുകളുണ്ട്, അത് വേറെ വിഷയം. അത് പിന്നീട് ഇൻഷാ അല്ലാഹ് ലഅനത്തിന്റെ ബാബിൽ അത് കൊണ്ടുവരും നമ്മൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇപ്പൊ നമ്മൾ ചർച്ച ഏത് മാത്രമേ ഉള്ളൂ? ലഅനത്തോ കുഫറോ അല്ല. ഇവൻ നല്ലവനാണോ, ത്വാഇയാണോ, ആസിയാണോ, അതാണ് വിഷയം. അതിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവൻ മോശക്കാരനാണ്. പിൽക്കാലക്കാരിൽ നമ്മളേക്ക് ഏറ്റവും വലിയ അവലംബമായ, നമുക്ക് പാരമ്പര്യം പറയാൻ കഴിയുന്ന അഹ്മദ് റളിയല്ലാഹു തങ്ങളും ഇജ്മാ ഉദ്ധരിച്ച് ഇവൻ മോശമാണെന്നുള്ള. നമ്മൾ ഷാഫി മദ്ഹബിലെ മുഅത്തമദായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും ഇവൻ മോശക്കാരനാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കിട്ടിയില്ലേ? ഇനി നമ്മളെ വലിയ ശത്രുക്കളായ സാക്ഷാൽ വഹാബികൾ, വലിയ സംഭവം പോലെ കാണുന്ന ഒരാളാണ് ഹാഫിദ് അദ്ദഹബി. മൂപ്പര നിലപാടും കൂടി ഒന്ന് കാണാം. എന്താ മൂപ്പര നിലപാട്? അതോടുകൂടി വഹാബികൾക്കും അവരെ ഭാഗത്തുള്ള അവസ്ഥ എന്താണ്, അതായത് അവരെ നിഫാക്ക് തരവും കള്ളത്തരവും അവരെ നിലപാടിന് പോലും യാതൊരു അടിത്തറയില്ല എന്നും അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാര് പോലും അവർക്ക് കൂട്ടിനില്ല എന്നും ഈ ഒരു വാക്ക് കൊണ്ട് തിരിയും. ബഹുമാനപ്പെട്ട മഹത്തുക്കള് ഇയാളെ വാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ആരാ? ഹാഫിദ് ദഹബിന്റെ സിയറു അഅ്ലാമുൻ നുബലയിലാണ് ഇത് വന്നിട്ടുള്ളത്. അയാൾ യസീദിനെ കുറിച്ച് പറയുന്നു, കാന ഖവിയ്യൻ ഷജാഅൻ, യസീദ് നല്ല ശക്തനായിരുന്നു, ഷജാഅൻ ധീരനായിരുന്നു, ദാ റഅയിൻ അഭിപ്രായമുള്ളവനാണ്, എൻ്റെ അഭിപ്രായം പറയുന്ന ആളാണ്, വഹസ്മിൻ സ്ഥിരത ഉള്ളവനാണ്, ഫിത്നത്തിൻ ഫിത്ന എന്ന് പറഞ്ഞാല് ബുദ്ധി കൂർമ്മതയാണ്. പക്ഷെ ഇവിടെ പറയേണ്ടത് എന്താണ്? കുരുട്ട് ബുദ്ധി. അങ്ങനെയല്ലേ പറഞ്ഞത്, നല്ലതിന് ഉപയോഗിക്കൂല. അപ്പൊ ഇവിടെ അർത്ഥം അങ്ങനെ വെക്കില്ല. ഹൈറ്, കുരുട്ട് ബുദ്ധിക്കാരനായിരുന്നു. ഫസാഹത്തിൻ, നല്ല വാക്ചാരുതി ഉണ്ടായിരുന്ന. ഈ തെമ്മാടികൾ നിങ്ങൾ കണ്ടില്ല? നമ്മളെ നാട്ടിലെ തെമ്മാടികൾക്ക് സംസാരിച്ച ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? എന്തൊരു സംസാരമായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല. തെമ്മാടികൾ ഭയങ്കര ധീരശൂര പരാക്രമിയായിരിക്കും. എല്ലാത്തിലും അവർക്ക് ധീരരായിരിക്കും. ഔറത്ത് കാണിക്കാനും അവർക്ക് ധീരത ഉണ്ടാവും, ഇല്ലേ? 4 ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഔറത്ത് കാണിക്കാൻ അവരെന്താവും? ധൈര്യം കാണിക്കും. അതുകൊണ്ട് ധീരതയോ അല്ലെങ്കിൽ ശക്തിയോ
അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയലോ, അല്ലെങ്കിൽ സ്ഥിരതയോ, അല്ലെങ്കിൽ ഫസാഹത്തോ, അല്ലെങ്കിൽ ഫിത്നയോ, ഇതൊന്നും എന്തല്ല, അവൻ്റെ മഹത്വത്തിന് തെളിവല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് പറയണ ഒരു ജയ്യിദ്, നല്ല വളരെ നല്ല കവിത മൂപ്പർക്കുണ്ടായിരുന്നു. ആ വളരെ നല്ല കവിത എന്ന് മൂപ്പർ പറയണല്ലോ എന്നാണ്. എന്തെന്നറിയോ, ഈ കവിതയുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ പരിഹസിക്കുന്ന കവിത ഉണ്ട്. എന്നിട്ടാണ് ഈ വാക്ക് പറയണത്. ഇരിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നിട്ട് മൂപ്പർ എന്താ പറയുന്നത്? പറയുന്നത് വഹാബികൾക്കൊക്കെ ചെകിടത്താണ് മൂപ്പർ അടിക്കുന്ന. വകാന നാസിബിയൻ, അവൻ ആരായിരുന്നു? യസീദ് അഹ്ലു ബൈത്തിനെ ശക്തമായി വെറുത്തിരുന്ന നാസിബിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? നാസിബിയായ ഹദീസിൽ നാസിബികൾ ആരായിരിക്കും? അവരെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് ഹദീസ് വിലയിരുത്തിയാൽ മാത്രം മതി. അള്ളാഹിൻ്റെ ഹബീബ് പ്രവാചക കുടുംബത്തെ വെറുക്കുന്നവരെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ഹദീസ് വന്നിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബ്ബൻ ഗലീദൻ, അങ്ങനെ പറഞ്ഞു. എന്ത് കഠിന ഹൃദയനും ദയയില്ലാത്തവനുമാണ്. അതേപോലെ ജിൽഫൻ, മര്യാദ കെട്ടവനാണ്. യതനാവലുൽ മുസ്കിറ, എന്ത് ചെയ്യും? ലഹരി പദാർത്ഥങ്ങളുമായിട്ട് ഭയങ്കര ബന്ധം. വയഫ് അലുൽ മുൻകറ, വൻകുറ്റങ്ങൾ പ്രവർത്തിക്കും. ഇഫ്തതഹ ദൗലത, അവൻ്റെ സാമ്രാജ്യം തുടങ്ങിയത് ബിമഖ്തലി ഷഹീദിൽ ഹുസൈൻ അലൈഹിസ്സലാം. നമ്മളാണ് പറയുന്നത്, അയാൾ പറഞ്ഞിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു, മൂപ്പരെന്താ ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്? ഷഹീദ് ആണ്. ഇപ്പൊ കുറെ പേര് പറയുന്നത് എന്താണ്? ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയത് ശരിയായില്ല, ആത്മഹത്യാപരം. അങ്ങനെയാണ് ആ കള്ള ഹമുക്ക് അബൂ ഷാക്കിർ ഡയലോഗ് അടിച്ചത്, ആത്മഹത്യാപരം. എന്നാ ഇയാളെയൊക്കെ നേതാവ് എന്താ പറയുന്നത്? ഷഹീദ്. ഹർറ സംഭവത്തോടുകൂടി അവൻ്റെ സാമ്രാജ്യം അവസാനിച്ചു. ഹർറ സംഭവം എന്ന് പറഞ്ഞാൽ മദീനക്കാരെ അതിക്രൂരമായി 3 ദിവസം ക്രൂരമായി ഇടപെട്ട് ഇവൻ്റെ സൈന്യം. ആ സംഭവമാണ് ഇത് ഹർറ. നമുക്ക് ഇന്ന് പോയാൽ ബഹുമാനപ്പെട്ട ജന്നത്തുൽ ബഖീഇലെ ഒരു വലിയ ഖബർ പോലെ കാണാം. ഹർറ ശുഹദാക്കള റളിയല്ലാഹു തആല ആ മഹത്തുക്കള ബദ്രീങ്ങൾ ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താല രക്ഷിക്കട്ടെ, ആമീൻ. നമ്മളെ ഈ പ്രവർത്തനം അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ട് പറയുന്നതൊക്കെ വൃഥാവിലായി പോവും. അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ കുറെ ഡയലോഗ് അടിക്കലല്ലാതെ എന്തുണ്ടാവില്ല. ഡയലോഗ് മാത്രമായിട്ട് മാറിപ്പോവും. അള്ളാഹു സ്വീകരിക്കണം, അതാണ് പ്രധാനം. എന്നിട്ട് ഇയാൾ പറയാണ് വഖ്തതമഹ ബിവാഖിയത്തിൽ ഹർറ സംഭവത്തോടുകൂടി അവൻ്റെ സാമ്രാജ്യം അവസാനിച്ച്. ഫമഖതഹുന്നാസ്, ജനങ്ങൾ വളരെ വെറുത്തവന്. ആരാ? അന്നാസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മഹത്തുക്കളാണ്, മുഅ്മിനീങ്ങൾ. അവൻ്റെ ഒരു മുബാറക് ഫി ഉമരി, അവൻ്റെ ആയുസ്സിൽ ബർക്കത്ത് അനുഗ്രഹം ചൊരിയപ്പെട്ടിട്ടില്ല. വഖറജ അലൈഹി, ഇനി നിങ്ങൾ നോക്ക്, ഇതാണ് നോക്ക് നിങ്ങൾ ഇയാൾ ശേഷം പ്രയോഗിച്ച് നോക്ക്. വഖറജ അലൈഹി ഗൈറു വാഹിദിൻ ബഅദൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹുവിന് ശേഷം 1-ലധികം പേര് ഇയാൾക്കെതിരെ പുറപ്പെട്ടിട്ടുണ്ട്. കഅഹ്ലിൽ മദീന ഖാമൂ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിലകൊണ്ട മദീനക്കാരും ഇയാൾക്കെതിരെ പുറപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ. എന്നിട്ട് ഇയാള് ഖവാരിജികൾ എന്നെയാണ്. വക മിർദാസിബിന് അദിയത്തൽ ഹംദലി അൽ ബസ്രി വനാഫിഅ ഇബ്നുൽ അസ്റഖ് വതവാഫ് ഇബ്നുൽ മുഅല്ല അസ്സദൂസി എന്ന് ആരെ എണ്ണെന്ന്? ഖവാരിജികളാ. എന്നിട്ട് ആരെ പറയുന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തി മണത്ത ഹനക്ക് ചെയ്തു കൊടുത്ത, തഹ്നീക്ക് ചെയ്തു കൊടുത്ത മദീനക്കാർക്ക് ആദ്യമായിട്ട് കുട്ടികൾ ജനിക്കില്ല എന്നൊക്കെ, മുസ്ലിമീങ്ങൾക്ക് ജനിക്കണില്ല എന്ന് ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ജനിച്ച കുട്ടിയാണ് ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹുവിൻ്റെ പുന്നാരമോൻ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ ഈ കൂട്ടത്തിന് ശേഷം എന്നറിയാതെ വബിനു സുബൈരി ബിമക്ക. ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സൂഫിയത്തും സൂക്ഷിക്കണ അദബ്. ആര് കാണിക്കൂല? വാഹിരി പണ്ഡിതന്മാർ കാണിക്കൂല. ഞാനിത് ചില ഉസ്താദ്മാരെ, നമുക്ക് വിവരമില്ലല്ലോ, അറിവില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഉസ്താദെ എന്താണ് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? അവരും പറയുന്നത് ശരിയാണല്ലോ,
ഇയാൾക്ക് ഇബ്നു സുബൈർ തങ്ങൾ ആദ്യമല്ലേ പറയേണ്ടത്, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയും അഹ്ലുൽ മദീനയ്ക്ക് ശേഷമല്ലേ പറയേണ്ടത്. അതിൻ്റെ ഇടയിൽ ആരെ കൊണ്ടുവന്ന് അടങ്ങി? ഇവരൊക്കെ അദബാണ്. ഇവരെ വായിച്ചിട്ടാണ് എന്താക്കുന്ന നമ്മളെ വലിയ പല മഹാത്മാക്കളും ഇയാളെ ബുദ്ധിയ പ്രകീർത്തിച്ചിട്ടുണ്ട്. അത് ഇയാളെ ബുദ്ധിയ, ഇയാളെ പാണ്ഡിത്യത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആരെങ്കിലും പ്രകീർത്തിക്കുമോ? എന്താ ഇവർക്കൊക്കെ വന്ന പരാജയം? ഇവരൊക്കെ അന്നത്തെ വലിയൊരു ശൈത്താൻ എന്തായി പിൻപറ്റി. അതാണ് ഇവർക്കൊക്കെ വന്ന അപകടം. അപ്പോൾ വഹാബികൾ അംഗീകരിക്കുന്ന ദഹബി പോലും യസീദിന് എന്താ പറഞ്ഞത്? കുറച്ചൊക്കെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും, അതായത് ഇങ്ങനെ പൊക്കിയിട്ട് ഒറ്റ തള്ള്, പൊക്കിയിട്ട് ഒറ്റ തള്ളങ്ങ് തള്ളി മൊത്തത്തിൽ മോശമാക്കി. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് തീർപ്പായല്ലോ. ഇനി അവസാനം ബഹുമാനപ്പെട്ട നമ്മളൊക്കെ അഖീദ പഠിക്കുന്ന സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മഹാനവർകള ശറഹുൽ അഖായിദിൽ പറയുന്ന ഒരു വാക്കോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വൽ ഹഖു അന്ന റിദാ യസീദ ബിഖത്ലിൽ ഹുസൈൻ വസ്തിബ്ശാറഹു ബിദാലിക വഇഹാനത അഹ്ലിൽ ബൈത്തി നബി അലൈഹിസ്സലാം മിമ്മ തവാതറ മഅനാഹു വഇൻ കാനത് തഫാസിലുഹു ആഹാദൻ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഹുസൈൻ റളിയല്ലാഹുവിനെ യസീദ് കൊല ചെയ്തത് തൃപ്തിപ്പെട്ടു എന്ന കാര്യത്തിലും അവൻ അതുകൊണ്ട് സന്തോഷിച്ചു എന്നതിലും അഹ്ലുബൈത്തിനെ നിന്ദിച്ചതിലും അതിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ആശയം എന്തായിട്ടുണ്ട്? മുത്തവാത്തിറായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ ഏക പരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണെങ്കിലും ആശയം എന്തായി? മുത്തവാത്തിറായി എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയാണ്, ഫനഹ്നു ലാ നതവഖഫു ഫീ ശഅനി, അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മിണ്ടാതിരിക്കുക, ബൽ ഫി ഈമാനി, അവൻ്റെ ഈമാനിലും ഞങ്ങൾ മൗനം പാലിക്കില്ല. കുറേ പേര് മൗനം പാലിക്കണമെന്ന് പറഞ്ഞല്ലോ, കുറേ മഹത്തുക്കൾ സൂക്ഷ്മത കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മൗനം പാലിക്കണം, അവനെ ശപിക്കരുത്, അവൻ്റെ ഈമാൻ. ഞങ്ങൾക്കതിന് പറ്റൂല എന്ന് മഹാൻ പറയാം. നഹ്നു ലാ നതവഖഫു ഫീ ശഅനി ബൽ ഫി ഈമാനി ലഅനത്തുല്ലാഹി അലൈഹി, അങ്ങനെ പറയാം മഹാൻ പറഞ്ഞു. എന്ത്? ലഅനത്തുല്ലാഹി അലൈഹി വ അൻസാരി വ അഅവാനി, അവനെ സഹായിക്കുന്നവർക്കും അവൻ്റെ പക്ഷക്കാർക്കും അവൻ്റെ മേലും അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാവട്ടെ. ആര്? സഅദുദ്ദീൻ അത്തഫ്താസാനി റളിയല്ലാഹു തആല അൻഹു. മൊത്തത്തിൽ ഇത്രയുമായി ലോകത്തെ വലിയ വലിയ മഹത്തുക്കൾ, നല്ലവരിലും ഉന്നതര്, ബിദഇകൾ അംഗീകരിക്കുന്നവരിലും ഉന്നതനായ ആളെയും കൊണ്ടുവന്ന് ഇതോടുകൂടി നമുക്ക് എന്തു സ്ഥിരപ്പെട്ട്, ഇവരൊക്കെ ഹദീസുകൾ വെച്ചും ആയത്ത് വെച്ചും മുൻഗാമികളായ മഹാത്മാക്കളെ നിലപാട് വെച്ചിട്ടുമാണ് ഇവരെന്ത് പ്രഖ്യാപിച്ചത്? ഇജ്മാ പ്രഖ്യാപിച്ചത്. പരിഗണനാർഹനീയരായ ഒരാളും യസീദിനെ എന്താക്കിയിട്ടില്ല? മഹാനാണെന്നോ നല്ലവനാണെന്നോ കുറ്റപ്പെടുത്താൻ പാടില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം പേജുകൾ നിരത്തി. നന്നാക്കാൻ ശ്രമിച്ച ആൾക്കാരും ഇവൻ്റെ കുറ്റം പറയാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പറയേണ്ടി വന്ന്. അങ്ങനെ നന്നാക്കാൻ ഒരുപാട് ശ്രമം നടത്തിയ ഒരാളുണ്ട്. അയാളെ പേര് ഞാൻ ഇപ്പം പറയണില്ല, പറഞ്ഞാൽ പിന്നെ ഓടിപ്പോവും കണ്ടുപിടിക്കാൻ. അയാൾ കുറേ പേജുകൾ അങ്ങനെ നിരത്തിയിട്ട് അവസാനം അയാൾക്കും പറയേണ്ടി വന്ന് ഇവൻ്റെ എല്ലാ മോശങ്ങളും. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഈ ഭാഗത്തിൽ എന്ത് മനസ്സിലായി? യസീദ് മോശക്കാരനാണ് എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ആണ്. അവലംബയോഗ്യരായ മഹത്തുക്കളൊക്കെ അവനെ മോശം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട മുജ്തഹിദീങ്ങളായ ഇമാമിയങ്ങളിൽപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലെ അത്യുന്നതരായ നമ്മളെ ഗുരുവര്യരായ സയ്യിദി അഹമ്മദ് തിജാനി തങ്ങളുടെ നിലപാട് നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തതോടുകൂടി ഈ വിഷയം തീർപ്പായി കഴിഞ്ഞു. ഇനി ഒരു പുതിയൊരു കണ്ടെത്തലിൻ്റെ ആവശ്യം ഇനി ആര് കൊണ്ടുവന്നാലും, അത് ഇയാൾ പേരോട് കൊണ്ടുവന്നാലും, ഇവരെയൊക്കെ പിൻപറ്റുന്ന കുറെ യസീദി സ്തുതിപാഠകർ കൊണ്ടുവന്നാലും, അല്ലെങ്കിൽ വഹാബികൾ കൊണ്ടുവന്നാലും അതൊന്നും ഇനി എന്താവൂല. ഒരു ജംഇയ്യത്തുലുലമയുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഞങ്ങൾ സമ്മതിക്കില്ലെന്ന ഡയലോഗ് അടിച്ചാലും മുസ്ലിമീങ്ങളും അഹ്ലുസുന്നത്തിന്റെ ആൾക്കാർ അതെടുത്തിട്ട് ചവറ് പോലെ വലിച്ചെറിയും. നിങ്ങളെ ഈ സ്ഥാനം, ജംഇയ്യത്തുലുലമയുടെ തലപ്പത്തിരുന്നു കൊണ്ടിട്ട് ഡയലോഗ് മുഴക്കുന്ന ഈ ഡയലോഗ് മുഴക്കല്, ബഹുമാനപ്പെട്ട സയ്യിദിന ഹുസൈൻ റളിയല്ലാഹു അൻഹു അവമതിക്കുന്ന ഈ വാക്കുകളും
മഹാനവർകളെ ശത്രുവിനെ നന്നാക്കുന്ന ഈ സ്വഭാവവും നിങ്ങളെ വലിച്ചെറിയാൻ എന്താവും? കാരണമാവും. അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതിനുവേണ്ടി അള്ളാഹു തആലയ്ക്ക് വേണ്ടി, അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, മശായിഖുമാർക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു തആല പെടുത്തട്ടെ. ബാത്തിലിനെ ബാത്തിലിനായി മനസ്സിലാക്കി പറയപ്പെട്ട അള്ളാഹു തആലയ്ക്ക് വേണ്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടും മശായിഖുമാർക്ക് വേണ്ടിയിട്ടും ബാത്തിലിനെ വലിച്ചെറിയാൻ, അതിനോട് ലവലേശം പോലും മാനസിക പൊരുത്തം വരാതിരിക്കാനും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ.